ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ തിരിച്ച് ഇന്ത്യയിലേക്കോട്ട് പോവുകയാണ്. അപ്പോൾ ഫൂക്കത്തിന് വിടാനായിട്ട് ഇന്ത്യയിലേക്കോട്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു അഡ്വഞ്ചർ ഉണ്ട്. അതായത് നമ്മൾ സിംഗപ്പൂർ വഴിയാണ് പോകുന്നത്. അപ്പം സിംഗപ്പൂരിൽ നമ്മളൊരു ഹെറിറ്റേജ് ടൂർ എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ സിംഗപ്പൂർ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഞങ്ങളിപ്പോൾ റിട്ടേൺ ഇന്ത്യയിലേക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയേഴ്സായിട്ടൊന്നുമില്ല. നിങ്ങളോട് വെറും ഒരു ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെബ് ചെക്ക് ഇൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്താലും മതി. COVID-19 വാക്സിനേഷനോ അങ്ങനത്തെ റിലേറ്റഡ് ഒരു ഡോക്യുമെൻറ്റ്സും ഇപ്പോൾ അവർ ചോദിക്കുന്നില്ല. ജസ്റ്റ് നോർമലായിട്ടുള്ള പ്രൊസീജിയർ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൽ പോയിട്ട് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിപ്പം 10 മണിക്ക് വിടേണ്ട ഫ്ലൈറ്റാണ്, 10:05 വിടേണ്ട ഫ്ലൈറ്റാണ്. സിംഗപ്പൂരിൽ എത്തുമ്പം ഏകദേശം 1 മണിയാവും. പിന്നെ അവിടുന്ന് നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ രാത്രി 8 മണിക്കാണ് നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഇന്ത്യയിലേക്കോട്ട്. അപ്പം നോക്കാം, എന്തെങ്കിലും പ്രോസസ്സോ സെക്യൂരിറ്റി ചെക്കിങ്സോ എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് അറിയിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഇതുവരെ ഒന്നുമില്ല. നോർമൽ ബോർഡിങ്ങും നോർമലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിനകത്ത് തന്നെ ഇൻ ഹൗസ് എൻ്റർടൈൻമെൻറ്റും പിന്നെ ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇയർഫോൺസ് ഒക്കെ അവർ തന്നിരുന്നു. ഇയർഫോൺസ് നമുക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. പക്ഷെ നല്ലൊരു ലക്ഷൂറിയസ് റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം സിംഗപ്പൂർ എയർലൈൻസിൻ്റെത്. അപ്പോൾ ഞങ്ങൾ ടെർമിനൽ 3യിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യമേ ഒരു ഫോം ഫില്ല് ചെയ്യണം. ഫോം ഫില്ല് ചെയ്ത് ജസ്റ്റ് എൻട്രി ഫോമാണ്. ആ എൻട്രി ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ടെർമിനൽ 3യിൽ പോയി ബാഗ് പോയി ഡെപ്പോസിറ്റ് ചെയ്യണം. ബാഗ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ 2:10 ടൂറിൻ്റെ ഇത് എടുക്കാൻ. ഇതാണ് നമ്മളിപ്പോൾ സ്കൈ ട്രെയിനിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ സിംഗപ്പൂർ എത്തിയിട്ട് നമ്മൾ ടെർമിനൽ 3യിലേക്കോട്ടാണ് പോയത്. ഹെറിറ്റേജ് ടൂറിന് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. നമ്മൾ ഹെറിറ്റേജ് ടൂറോ അല്ലെങ്കിൽ ഏത് ടൂർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണം. ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്കങ്ങാണ്ട് സംവെയർ അറൗണ്ട് 1000 rupees വെച്ചാൽ ഡെപ്പോസിറ്റ്. അത് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ബാഗൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം കൗണ്ടറിലേക്കോട്ട് വരണം. അവിടുന്ന് വേണം നമുക്ക് ഈ ഹെറിറ്റേജ് ടൂറിൻ്റെ ബുക്കിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. Okay, if your sticker is on your bag, on your bottle, on your pocket, please make sure you put it on your shirt here. Because the bus captain will also identify you from your sticker. ഞങ്ങളങ്ങനെ ഇപ്പം ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു. ഈ സിംഗപ്പൂർ ഫ്രീ ടു സിറ്റി ടൂർ ചെയ്യുന്നതിന് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് ഇനിയിപ്പം നമ്മൾ സിറ്റി ടൂർ തുടങ്ങാൻ പോവുക. ചില ആൾക്കാർ ഇനി വരാൻ കിടപ്പുണ്ട്. അപ്പോൾ അവരും കൂടി വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നുള്ളൂ. തുടർച്ചയായിട്ട് എൻഡിങ് വരെ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടും. സിംഗപ്പൂരിലെ സിറ്റി ടൂർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾ വീസ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രോസസ്സ്. ഇത് ഫ്രീ ആണ് കേട്ടോ. ഈ സിറ്റി ടൂർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ട്രാൻസിറ്റ് ചെയ്യുവാണെങ്കിൽ 12 മണിക്കൂർ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് സിറ്റി ടൂർ ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പം ടൂറിന് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആവാറായി. ഇപ്പം എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് അസൈൻ ചെയ്തിട്ട് ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഓൾമോസ്റ്റ് 36 ആൾക്കാരുണ്ട്. ഞങ്ങളങ്ങനെ ബസ്സിലേക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ ടൂറിന് വേണ്ടിയിട്ട് സിംഗപ്പൂർ ഫ്രീ സിറ്റി ടൂർ. ഇതിൻ്റെ പേര് ഹെറിറ്റേജ് ടൂർ എന്നാണ് കേട്ടോ. ഹെറിറ്റേജ് ടൂറിനകത്ത് 4-5 സ്പോട്ടുകളുണ്ട്. ഓരോ സ്പോട്ട് വരുമ്പോഴും നിങ്ങളോട് പറഞ്ഞു തരാം. ഇതിൽ ആക്ച്വലി 36 പേരാണ് കേട്ടോ ഉള്ളത്. അതിന് 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു 50. അതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലീഡർ ആയിട്ടാണ്. ഞങ്ങളങ്ങനെ ബസ് കയറിയിരുന്നു. ഫ്രീ ടൂറിന് വേണ്ടിയിട്ടുള്ളതാണ്. ബസ് ഫുള്ളാണോ? ഇല്ലല്ല, ബസ് ഫുള്ളല്ല. ഇനി ഒരു 5-6 ആൾക്കാർക്ക് വരാനുണ്ട്. പക്ഷെ വിട്ടു. നമ്മുടെ കൂടെ വന്ന ആൾക്കാർ 2-3 പേർക്ക് വീസ ശരിയായിട്ടില്ല. പ്രോബ്ലംസ് വന്നതുകൊണ്ട് അവരെ കൂട്ടിയില്ല. പിന്നെ അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് ലേറ്റ് ആവത്തില്ലേ അത്. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ സിംഗപ്പൂറിന് അകത്തോട്ട് കയറാറ്. ഹെറിറ്റേജ് ടൂർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. ആ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി ഫ്രീ ടൂറാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ സിംഗപ്പൂരിലെ ഏതൊരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീസ വേണം. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും റിയ ഏജൻസി എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പം
അത് ഏകദേശം ഒരു 5 days എടുത്തവർ. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വീസ വേണം. വീസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിംഗപ്പൂർ ടൂറും പിന്നെ ഈ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾ ജുവൽ ചെയ്തിരുന്നു. ജുവലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സിംഗപ്പൂരിൻ്റെ വീസ വേണം. വീസ ഒരാൾക്ക് 2500 rupees വെച്ചാണ്. ബേസിക്കായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് എന്നാ പോകുന്നത്, എന്നാ തിരിച്ചു വരുന്നത്, എവിടെ താമസിക്കുന്നത്, ടു ഫ്ലൈറ്റ്, ഫ്രോ ഫ്ലൈറ്റ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് അവർ ചോദിക്കത്തുള്ളൂ. ഇപ്പം ഈ സിംഗപ്പൂരിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കോച്ച് ഓരോയിടത്തും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നത് മൊത്തം നമ്മുടെ ഈ ടൂർ ഗൈഡ് പറഞ്ഞ് ഇതുള്ള ഇൻഫർമേഷൻ വെച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നുണ്ട്. ഇത് സിംഗപ്പൂരിലെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ, ചൈന ടൗൺ എന്ന് പറയും. ഇതിനെക്കുറിച്ച് ആ ടൂർ ഗൈഡ് നമ്മളോട് കുറേ ഡീറ്റെയിലിനകത്ത് പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അവിടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, വാളിനകത്ത് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്, അതായത് റിയൽ ലൈഫ് പെയിൻറ്റിങ് മാതിരിയാണ്. അപ്പം അവിടെയൊക്കെ ആൾക്കാർ ചെന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നത്, നമ്മളും കുറേ ഫോട്ടോ എടുത്തിരുന്നു. ഇത് ആക്ച്വലി പണ്ടത്തെ സിംഗപ്പൂർ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പം അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ആൾക്കാർ കുക്ക് ചെയ്യുന്നതും അവരുടെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ പെയിൻറ്റിങ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളി അതിനെപ്പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. ഇത് ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് ആണ്. ഹോക്കേഴ്സും അവരെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിൻ്റെ ഒറിജിനും പണ്ടത്തെ ബ്രിട്ടീഷേഴ്സ് വന്നിരുന്ന കാലത്തിലുള്ള സ്റ്റോറീസും ഹിസ്റ്ററിയൊക്കെയാണ് ടൂർ ഗൈഡ് നമ്മളോട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത്. ഇവിടെ തന്നെ ഒരു ബുദ്ധൻ്റെ ഒരു വലിയ അമ്പലമുണ്ട്. നമുക്കകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ഒരു ബുദ്ധൻ്റെ ഒരു ഗോൾഡൻ ടീത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് സെക്യൂർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു. ഇപ്പം തിരിച്ച് ബസ്സിനടുത്തോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ സ്ഥലങ്ങൾ അവർ കാണിച്ചു തന്നു. ചൈന ടൗൺ ആയിരുന്നു മെയിനായിട്ട്. പിന്നെ ചൈന ടൗൺ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് സിംഗപ്പൂരിന്റെ ഹിസ്റ്ററിനെ പറ്റി മൊത്തമായിട്ട് പറഞ്ഞു തന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ട് അയാൾ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമ്മൾ ബസ്സിലോട്ട് തിരിച്ചു പോവാം. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ഇവിടെ ഈ സിറ്റി ടൂർ, ഈ ഹെറിറ്റേജ് ടൂർ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഇപ്പം നമുക്ക് 15 മിനിറ്റിൻ്റെ ഫ്രീ ടൈം തന്നിട്ടുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 15 മിനിറ്റ് ഉണ്ട്, എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ പോയി ചെയ്യുക. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള, ചിലർ ഫോട്ടോ എടുക്കുന്നുണ്ട്, ചിലർ ഏതാണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നല്ല ഒരു ടൂറാണ്. ഫുൾ സിംഗപ്പൂരിൻ്റെ സിറ്റീനെ പറ്റിയും ഒറിജിനെ പറ്റിയൊക്കെ പറയുന്നത്. പക്ഷേ ഈ സ്ട്രീറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ സൈഡെല്ലാം കണ്ടില്ലേ, ഒരു ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നോർമലി റോഡിനകത്ത് വരത്തില്ല ഈ ടേബിളൊക്കെ. ഇവിടെ റോഡിനകത്ത് ടേബിളൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അപ്പം ഇതിനകത്ത് മാത്രമേ ഇരിക്കുന്ന, ഇത് എന്ന് വെച്ചാൽ ഈ റോഡിനകത്ത് മാത്രം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം എൻക്ലോസ് ചെയ്തിരിക്കും. പിന്നെ ഇവിടെ ഒരു ഭയങ്കര ഒരു ഫേമസ് മോസ്ക് ഉണ്ട്. ഈ മോസ്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് സിംഗപ്പൂരിൻ്റെ ഒരു ടൂർ ചെയ്യണമെന്ന്. സിംഗപ്പൂരിൻ്റെ ഒരു വിസിറ്റ് ചെയ്ത് സിംഗപ്പൂരിൻ്റെ ടൂർ എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യണം. ടൂർ കഴിഞ്ഞിട്ട് അവർ നമ്മളെ ടെർമിനൽ 3 തന്നെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് പിന്നെ നമുക്ക് പിന്നെയും റീചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. വീസയൊക്കെ കാണിച്ചിട്ട് നമുക്ക് റീചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ടെർമിനലിന് പിന്നെ ഞങ്ങളങ്ങനെ ചാങ്കി എയർപോർട്ടിൽ നിന്നും നൂഡിൽസ് വാങ്ങി, കപ്പ് നൂഡിൽസ്. ഒരെണ്ണത്തിന് $2.8, ഏകദേശം ഒരു 160-170 റുപ്പീസോളം ഒരെണ്ണത്തിന് വരും. ടേസ്റ്റ് ഉണ്ടോ? ശരിയില്ല. ഞങ്ങളപ്പം ഫ്ലൈറ്റ് പിടിക്കാൻ പോവുക. അടുത്ത ഫ്ലൈറ്റ് നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് ഫ്രം സിംഗപ്പൂർ ടു ബാംഗ്ലൂർ. 7 മണിക്കാണ് ബോർഡിങ്. പക്ഷേ 8 മണിക്കാണ് ഫ്ലൈറ്റ് വിടുന്നത്. അപ്പം നമ്മൾ ആ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളപ്പോൾ ഇങ്ങനെ കണക്റ്റിംഗ് ഫ്ലൈറ്റിനകത്ത് കയറി. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂർ ടു ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുക. വേറെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടൊന്നും അവർ ചോദിച്ചിട്ടില്ല. വെറും ബോർഡിംഗ് പാസും നമ്മുടെ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ.
പിന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സോ പിന്നെ നമ്മുടെ പണ്ട് ഉള്ള എയർ സുവിധ ഫോംസോ അതൊന്നും ഫില്ല് ചെയ്യേണ്ട, എല്ലാം നോർമലായിട്ട് തന്നെയായിരുന്നു. വേറെ നോ ന്യൂ ഡോക്യുമെൻറ്റേഷൻ, ഒരു പുതിയ പ്രൊസീജിയേഴ്സോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ സ്മൂത്ത് തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്കിപ്പം ക്ലീനായിട്ട് തന്നെ നിങ്ങൾക്ക് പോയിട്ട് വരാം. വേറെ ഒരു ഡിഫിക്കൽട്ടീസോ ഒന്നുമില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വേറെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സോ ഒന്നിൻ്റെ കാര്യമില്ല. ഇപ്പം ഭയങ്കര ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ഈസ് ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ടും വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം ചോദിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കോപ്പി നിങ്ങൾ ഫോണിൽ വെച്ചാൽ മാത്രം മതി. അപ്പം വെറും പാസ്പോർട്ട് മാത്രം മതി. പാസ്പോർട്ടും പിന്നെ ഇപ്പം റിട്ടേൺ വരുവാണെങ്കിൽ ടിക്കറ്റ്, ബാക്കി വേറെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നേരെ വരാം. ഞങ്ങളങ്ങനെ ബാംഗ്ലൂരിൽ തിരിച്ചെത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ DM ചെയ്യുക, ഇൻസ്റ്റയിലോ വാട്സാപ്പിലോ. ബൈ.